ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രേയരി നോട്ടർ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് ഹേജ് ഹോഗി ജവാനി ജവാനി ഹോഗി തോ. ഒറ്റ മിനിറ്റ്. ഹേ ജവാനി ഹോഗി തോ ഇഷ്ക് ഹോനാ ഹി ഹൈ. ഒന്നാമത് ഈ പേര് പറയാൻ തന്നെ നമ്മളൊരു കുറച്ചൊന്ന് കൺഫ്യൂസ് ആണ്. ഇത് ആക്ച്വലി പണ്ടത്തെ ഒരു പാട്ടാണ്. സിനിമ കണ്ടു. ഡേവിഡ് ധവാന്റെ അവസാനത്തെ സിനിമയാണ്. കണ്ടപ്പോൾ അത് നന്നായി എന്ന് തോന്നി. കാരണം ഞാൻ ഇങ്ങനെ ഒരു സിനിമയ്ക്കും പറയാത്തതാണ്. പക്ഷെ പിന്നെയും പിന്നെയും ഇതേ കോൺസെപ്റ്റ് ഉണ്ട്. 90s ഒരു കോൺസെപ്റ്റാണിത്. അത് നമ്മൾ പണ്ട് തന്നെ ഇംഗ്ലീഷിൽ നിന്ന് ഇൻസ്പയർഡായി ബോയിങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഹിന്ദിയിൽ തന്നെ ഗരം മസാല എടുത്തു. ഒരു നായകൻ, രണ്ട് നായകന്മാർ, പല സാഹചര്യം കൊണ്ട് ഇവർ തമ്മിൽ ഒരേ നായകൻ തന്നെ ഇവർ രണ്ടുപേരും പ്രണയിക്കുകയും ഇതിനകത്ത് ഒരു കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന രണ്ടുപേരും പ്രഗ്നൻ്റ് ആവുന്നു. നയൻറ്റീസിൽ തന്നെ തീർന്നൊരു കോൺസെപ്റ്റാണ്. സിനിമ കണ്ടപ്പം വളരെ വിഷമം തോന്നി. ഇപ്പോഴും ഇതേപോലുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുന്നു സിനിമ. എനിക്ക് അറിയില്ല. ഒന്നാമത് ഡബിൾ മീനിങ് ജോക്സും, അത് അഡൾട്ട് ജോക്സ് അല്ലെങ്കിൽ ഒരു അഡൾട്ട് സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുപോലത്തെ അഡൾട്ട് കോമഡിയുള്ള ജോക്സ് ഒന്നും നമ്മളൊരിക്കലും അത് വളരെ അങ്ങനെയൊന്നുമല്ല. പക്ഷെ അത് മാത്രമാണെങ്കിൽ നമുക്ക് കാണാൻ തന്നെ ഭയങ്കര ഒരു വിയർഡ് ഫീലിംഗ് ആയിരിക്കും. പൊതുവേ ഞാൻ സിനിമ കണ്ടിട്ട് അങ്ങനെയൊന്നും പറയാത്തതാണ്. പക്ഷെ ഇത് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. വരുൺ ധവൻ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. ഒക്ടോബർ, ബദ്ലാപൂർ, ഞാൻ അതുപോലത്തെ സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല. പുള്ളി ഈവൻ ഇഫ് ജുഡ്വ 2 എന്ന് പറയുന്നൊരു സിനിമയുണ്ട് എനിക്ക്. അതേപോലെ സണ്ണി സംസ്കാരിക്ക് തുളസി കുമാരി, അതൊക്കെ റീസെൻ്റ് ആണ് എന്ന് ഞാൻ പറയാം. അത് വലിയ കുഴപ്പമില്ലായിരുന്നു എനിക്ക്. അത് ഭയങ്കര പടമൊന്നുമില്ല. ഇതിലും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡ്. ഹൈലി ഡിസപ്പോയിൻറ്റഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ